എന്തുകൊണ്ട് ആലിയ ചൂസ് ചെയ്തെന്ന് ചോദിച്ചാല് എൻ്റെ എഡ്യൂക്കേഷൻ ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത് ആലിയയിൽ നിന്നാണ്. അതായത് ഒരു 20 വർഷങ്ങൾക്ക് മുമ്പ് ആലിയ എന്ന സ്ഥാപനം തുടങ്ങുന്ന ആ സമയത്ത് അഡ്മിഷൻ എടുത്ത വ്യക്തിയാണ് ഞാൻ. മാഷാ അല്ലാഹ്, ഒരുപാട് നല്ല നല്ല മൊമെന്റ്സ്, നല്ല നല്ല ഓർമ്മകള്, അതേപോലെ നല്ല നല്ല മൊമെന്റുകൾ വാങ്ങാൻ പറ്റിയ അവസരങ്ങൾ എനിക്ക് ആലിയ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ പഠിച്ച എക്സ്പീരിയൻസ് ചെയ്തത് കൊണ്ടാണ് ഞാൻ മോളെ അവിടെ ചേർക്കുക എന്നുള്ളത് തീരുമാനിച്ചത്. ഞാൻ എൻ്റെ മോളെ നല്ലൊരു സ്കൂളിൽ ചേർത്താനുള്ള ഒരു അന്വേഷണത്തിലായിരുന്നു. അതിനടുത്താണ് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറയുന്നത് ആലിയ സ്കൂളിനെ പറ്റി. ഇവിടുത്തെ ടീച്ചേഴ്സും കുട്ടികളും തമ്മിൽ ഭയങ്കര ബോണ്ടിങ് ആണ്, ടീച്ചേഴ്സ് ഭയങ്കര കെയറിങ് ആണെന്നൊക്കെ. അങ്ങനെ മോളെ ഞാൻ അവിടെ ചേർത്ത്. ഈ 2 വർഷത്തിനിടയ്ക്ക് എനിക്ക് ആ സുഹൃത്ത് പറഞ്ഞത് പൂർണ്ണമായിട്ട് 100% കറക്റ്റാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അതുപോലെ തന്നെ എൻ്റെ മകളുടെ ഹാൻഡ് റൈറ്റിംഗ് ആയിക്കോട്ടെ, ഡിസിപ്ലിൻ്റെ കാര്യമായിക്കോട്ടെ, പഠനത്തിലായിക്കോട്ടെ, നീറ്റ്നെസ്സിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, എല്ലാതും ഇങ്ങനെ നല്ല ഉഷാറായിട്ട് മോള് ചെയ്യുന്നത് ആലിയ സ്കൂളിൽ പഠിച്ചതുകൊണ്ട് മാത്രമാണെന്ന് എനിക്ക് പൂർണ്ണമായും പറയാൻ കഴിയും. ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. ഒരു പാരന്റ് എന്ന നിലയിൽ ഞാൻ ഒരുപാട് ആലിയ സ്കൂളിൽ ചേർത്തത് കൊണ്ട് സന്തോഷിക്കുന്നു. അക്കാഡമിക്കലി പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു എഡ്യൂക്കേഷൻ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഫീസിലാണ് ഇവർ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ സിലബസിന് പുറമെ ഓരോ സബ്ജക്റ്റിനും ഓരോ വർക്ക് ബുക്ക് ഇവിടുന്ന് നൽകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മക്കളെയൊക്കെ ഇംഗ്ലീഷ് മീഡിയത്തിൽ കൊണ്ട് ചേർക്കുന്നത് തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് ഇവർ ഇവിടുന്ന് മുൻഗണന കൊടുക്കുന്നുണ്ട്. ഇംഗ്ലീഷിൻ്റെ കൂടെ ഗ്രാമർ ആൻഡ് മോർ എന്ന് പറഞ്ഞിട്ടൊരു ടെക്സ്റ്റ് ബുക്ക് തന്നെ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്. പിന്നെ ആലിയ ഇംഗ്ലീഷ് സ്കൂളിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഇവിടുത്തെ മതപഠനമാണ്. സ്കൂൾ പഠനം കൊണ്ടുപോകുന്നതിന് അതേപോലെ തന്നെ ഒരു മദ്രസ പഠനം ഒരേ രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. ഇവിടുത്തെ മാനേജ്മെന്റുകൾ ഓർഗനൈസ്ഡാണ്. അതിലെനിക്ക് എടുത്ത് പറയാനുള്ളത് ഇവിടുത്തെ PT മീറ്റിംഗിന്റെ ഷെഡ്യൂളാണ്. ഇവർ പേഴ്സണലി ആയിട്ടാണ് ഇവിടെ PT മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ഒരു കുട്ടിക്ക് ഒരു ടൈം വെച്ചിട്ട് കുട്ടിയും പാരന്റും ക്ലാസ് ടീച്ചറും തമ്മിൽ അവർക്ക് ടൈം വെച്ചിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ കുട്ടിനെ പറ്റിയിട്ട് നമുക്ക് എന്തൊക്കെ പറയാനോ പോസിറ്റീവായിട്ട് നെഗറ്റീവ് എല്ലാ കാര്യവും നമുക്ക് ടീച്ചേഴ്സുമായി ഡിസ്കസ് ചെയ്യാം, ടീച്ചേഴ്സിന് നമ്മളോട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ എല്ലായിടത്തും കണ്ടുവരുന്നത് പേരൻസിനെ മൊത്തം വിളിച്ചിട്ട് ഒരു വലിയ മീറ്റിംഗ് നമ്മൾ കണ്ടുവരുന്നത്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു പേഴ്സണൽ മീറ്റിംഗ് നമ്മൾ അറേഞ്ച് ചെയ്ത് കർസീവ് റൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷമാണ് മോളുടെ ഹാൻഡ് റൈറ്റിംഗ് ഒന്നുകൂടി ബെറ്റർ ആയത്. അത് ആലിയ വന്നതിന് ശേഷമുള്ള ഏറ്റവും നല്ലൊരു മാറ്റമാണ്. ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് മോളെ ഹാൻഡ് റൈറ്റിംഗ് കണ്ടിട്ട് എങ്ങനെ ഇത്ര നന്നായിട്ട് എഴുതുന്നത് എന്ന്. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ എൻ്റെ മോനെ ആലിയയിൽ മോണ്ടിസോറിയിലാണ് ചേർത്തത്. ഇപ്പോൾ മോണ്ട് 1-ലാണ്. മാഷാ അല്ലാഹ്, നല്ല ഉഷാറാണ്. ടീച്ചേഴ്സ് നല്ല പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ സ്കൂൾ പോവുകയാണെങ്കിലും യൂണിഫോമും ഷൂ ഒക്കെ ഒറ്റയ്ക്ക് തന്നെ ഇടുന്നുണ്ട്. പിന്നെ ഞാൻ കുറേ ദുആകളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പുറത്ത് പോകുമ്പോഴാണെങ്കിലും ബാത്റൂമിൽ കയറുമ്പോൾ, ഫുഡ് കഴിക്കുമ്പോൾ, ഉറങ്ങുമ്പോൾ ഒക്കെ മോനെ ദുആ ചൊല്ലിയിട്ടാണ് കിടക്കുന്നതൊക്കെ. അപ്പോൾ നമുക്ക് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. അതൊക്കെ അവർ നല്ലപോലെ പഠിപ്പിക്കുന്നതുകൊണ്ട് കുട്ടി അതൊക്കെ ചെയ്യുന്നുണ്ട്. സ്കൂളിന്റെ പഠനരീതി എന്നത് കുട്ടികളുടെ അറിവ് മാത്രമല്ല, അവരുടെ ആത്മവിശ്വാസവും മറ്റുള്ളവരോടുള്ള പെരുമാറ്റവും, അതുപോലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്, ക്ലബ്ബ്, ബുൾബുൾ ഇവയിലൂടെ കുട്ടികളെ സമൂഹത്തിൽ നല്ല വ്യക്തികളാക്കി മാറ്റുക എന്നതും നമ്മുടെ സ്കൂളിന്റെ ഒരു പ്രധാന ലക്ഷ്യമാണ്. സ്കൗട്ട് ആൻഡ് ഗൈഡ് കുട്ടികൾക്ക് അവരുടെ അറിവ് കുറച്ചുകൂടി മെച്ചപ്പെടുത്തുന്നതിനും സ്കൂളിൽ പല ക്യാമ്പുകളും സംഘടിപ്പിച്ചിരുന്നു. ഒരു സ്കൂളിന്റെ മികവ് എന്ന് പറയുന്നത് ആ സ്കൂളിന്റെ അക്കാഡമിക് ആയിട്ടും എക്സ്ട്രാ കരിക്കുലറുമായിട്ടുള്ള പെർഫോമൻസ് എങ്ങനെയാണ് നമ്മുടെ സമൂഹം വിലയിരുത്തുന്നു എന്നനുസരിച്ചായിരിക്കും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ജില്ലയിൽ തന്നെ ഏറ്റവും മികച്ച സ്കൂളായി മാറിക്കഴിഞ്ഞു നമ്മുടെ ആലിയ സ്കൂൾ. ഇവിടുത്തെ പല കുട്ടികളും ആർട്സിലും സ്പോർട്സിലും അക്കാഡമിക് പെർഫോമൻസിലും അവരുടേതായ വ്യക്തിമുദ്രകൾ പതിപ്പിച്ചു കഴിഞ്ഞു. ഇതിനെല്ലാം പ്രധാന കാരണം ഇവിടുത്തെ അധ്യാപകർ തന്നെയാണ്. 22 വർഷങ്ങൾക്ക് മുൻപ് പുത്തനത്താണിയിൽ വളരെ ചെറിയ സൗകര്യത്തിൽ ആരംഭിച്ച നമ്മുടെ ഈ സ്ഥാപനം ഇന്ന് കുറ്റിപ്പുറം സബ് ജില്ലയിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന അൺഎയ്ഡഡ് സ്കൂളാക്കി മാറ്റിയെടുക്കാൻ നമുക്ക് സാധിച്ചു. സ്റ്റേറ്റ് ഗവൺമെന്റ് റെക്കഗ്നിഷൻ ലഭിച്ച ശേഷം നമ്മൾ പങ്കെടുത്ത ജില്ലാ കലോത്സവങ്ങളിൽ
വിവിധ മത്സരങ്ങളിലും നമ്മുടെ മക്കൾക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചു. ഈ വർഷം നടന്ന സബ് ജില്ലാ കലോത്സവത്തിൽ 3 കാറ്റഗറികളിൽ നമ്മുടെ കുട്ടികൾ ഓവറോൾ ചാമ്പ്യന്മാരായി. ഈ വർഷം നടന്ന പഞ്ചായത്ത് സ്പോർട്സിൽ നമ്മുടെ സ്കൂൾ LP UP വിഭാഗങ്ങളിൽ സെക്കൻഡ് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി. കഴിഞ്ഞ വർഷം നടന്ന LSS USS എക്സാമിനേഷനിൽ സബ് ജില്ലയിൽ നിന്നും ഏറ്റവും കൂടുതൽ കുട്ടികൾ പാസ്സായി LSS എക്സാമിനേഷൻ എഴുതി പാസ്സായി 2ാം സ്ഥാനം കരസ്ഥമാക്കിയത് നമ്മുടെ സ്കൂളായിരുന്നു. നമ്മുടെ സ്കൂളിന്റെ വളർച്ചയിൽ എന്നോടൊപ്പം സഹകരിച്ച എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ വിദ്യാർത്ഥിനികൾ, അവരുടെ രക്ഷിതാക്കൾ, എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും എന്നോടൊപ്പം നിന്ന എൻ്റെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, എല്ലാവരോടുമുള്ള നന്ദിയും കടപ്പാടും ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ്. എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള ഒരു സ്കൂളാക്കി വളർത്തിയെടുക്കുക എന്ന എൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് എന്നോടൊപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും പിന്തുണയും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി.